ചെറുപ്പം മുതൽ പല ബലികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ. മനുഷ്യപ്രീതിക്ക് വേണ്ടിയിട്ട് നരബലി കൊടുക്കുന്ന കാര്യങ്ങളടക്കം കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? പാലക്കാട് ഉൾഗ്രാമത്തില് ഒരു ഫോറസ്റ്റ് സൈഡ് ഏരിയയില് ഇതുപോലെ മനുഷ്യപ്രീതിക്ക് വേണ്ടിയിട്ട് സർപ്പങ്ങൾക്ക് നരബലി കൊടുക്കുന്ന കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പല തെളിവുകളും ഇപ്പോഴും അവിടെ ശേഷിക്കുന്നുണ്ട്. നമുക്കൊന്ന് നേരിട്ട് പോയി കണ്ടാലോ? ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാഹസികപരമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പോയി നോക്കിയേക്കാം. ഇരുട്ടാണ്, ലൈറ്റ് ഒന്നും വല്ലാണ്ടല്ല. ഇപ്പോൾ സമയം 6:49 ആയിട്ടുണ്ട്. എവിടെ സ്ഥലം നോക്കിയേക്കാം. കുറച്ച് ദൂരം ഇവിടെ നടന്നു പോകാനുണ്ട്. ഒരുമാതിരി അറ്റ്മോസ്ഫിയർ ആണ്. ഇരുട്ടാവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് ഇരുട്ടുണ്ട്. ഓ ഗൈസ്, ആകെ ഇരുട്ടടഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ സിനിമകളിലൊക്കെയാണ് സാധാരണ ഇതുപോലെ പോണതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. സോ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. പാമ്പ് പറ്റി കണ്ട് മഴ ഇപ്പോൾ പെയ്ത് തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടുണ്ട്. ചെടിയിലും എല്ലാത്തിലും നല്ല വെള്ളമുണ്ട്. കുറേ ചളിയുണ്ട്, ചളിയുണ്ട്. ഇങ്ങനെ ഈ വഴി കുറച്ച് നടന്നു പോയ ശേഷം ഒരു കുളം അങ്ങനെ എന്തോ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോയി നോക്കി വെക്കാം. ഇത് കുറച്ച് നടന്നു പോകാറുണ്ട്. എൻ്റെ ലൈഫിൽ വേറെ എന്തിനേലും വേണ്ടിയിട്ട് ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ചാനലിൽ ഇതുപോലുള്ള മിസ്റ്ററീസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എവിടെയെന്ന് അറിയുന്നില്ല. പോയി നോക്കി വെക്കാം. ശരിക്കും ചില മരങ്ങളും ഇതൊക്കെ കണ്ടാൽ ശരിക്കും വള്ളിയൊക്കെ തോന്നിയിട്ട് ഒരു പാമ്പിൻ്റെ ഫീൽ തന്നെയാണ് ഇവിടെയൊക്കെ. ഒന്നുകൂടി ആ ഭാഗത്താവുന്നു. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പാമ്പും പിടുത്തൊക്കെ കണ്ടു കേട്ടോ. നമുക്കെന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കി വെക്കാം. ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ വല്ല നായേ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നാൽ നമ്മൾ എന്തായാലും പേടിക്കും. അതാണ് ശരിക്കും ഇതിൻ്റെ സറൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഒരു ഹൊറർ ഫീലിംഗ് തന്നെയാണ്. ഒപ്പം നിൽക്കുന്നു, ലൈറ്റ് ഇല്ല, അതാണ്. കുറച്ച് നിങ്ങളൊപ്പം നിൽക്ക്. ഈ കല്ലാണോ? ഇതവിടെ തന്നെ വേറെന്തോ കല്ലാണ് തോന്നുന്നുണ്ട്. നമ്മൾ വിചാരിച്ച സ്ഥലം എന്നല്ല, കുറച്ചും കൂടി മുന്നിൽ പോകണ്ട്. പോവാ ഫുള്ള് വള്ളികളൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായതാണ്. വഴിയില്ലല്ലോ, എവിടെയെന്ന് എങ്ങനെ അറിയാം? നോക്കിയോ, അവിടെ കുളച്ച് പിടിക്കും.
ആരുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ല, അല്ലെങ്കിൽ ആകെ പേടിച്ചിട്ട്. പാമ്പുറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ വേറെ ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി മുന്നിൽ പോരുമ്പോൾ വേറെയും പാമ്പുറ്റൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഓക്കെ, അപ്പോൾ ഒരു കുളം കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കുളമായിരിക്കും. കുളം ഇവിടെ ഉണ്ട്. സോ ഗൈസ്, ഇവിടെയാണ് നമ്മൾ വരുന്ന സ്ഥലം. ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്, മണ്ണും ഇതൊക്കെ വീണിട്ട് കുറച്ചൊക്കെ മൂടിപ്പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഒന്ന് മാറ്റി വെച്ചേക്കാം. ഓ, ഇതാണ് കേട്ടോ, നമുക്ക് ശരിക്കും പാമ്പിൻ്റെ കല്ലാണ്, വിഗ്രഹം പോലെയുള്ള കല്ലാണ്. മരം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അതിൻ്റെ അടിയിലായിട്ടാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് പൊട്ടുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സോ ഇതാണ് സ്ഥലം നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് തിരിച്ച് പോയി നോക്കിയേക്കാം. നമ്മൾ ആയിക്കൂടെ വരികയാണെങ്കിലുള്ള വഴി ഇതാണ്. ആയിക്കൂടെ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമായിട്ടുണ്ടാവും. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ചാനലിൽ ഇതുപോലുള്ള സാഹസികമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അവിടുത്തെ എവിടെയെങ്കിലും ഇതുപോലുള്ള മിസ്റ്ററികരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക. എത്ര വലിയ നിഗൂഢപരമായ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും ഞങ്ങളെന്തായാലും കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ ഞങ്ങളെടുത്ത ഈ വലിയ റിസ്കിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.